സ്വാമി ബോംബെയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ അടുക്കയിരിക്കുന്ന ഒരു സ്ത്രീയാണ്, തൊട്ടടുക്കയിരിപ്പുണ്ട്. അപ്പോൾ അവർ തൻ്റെ ലാപ്ടോപ്പിൽ, വിമാനം ഉയർന്നത് മുതൽ ലാപ്ടോപ്പിൽ അടിയോടടിയാണ്. അതിനിടയിലാണ് വിമാനത്തിലുള്ള സ്നാക്സൊക്കെ വരുന്നത്. അപ്പോൾ മേടിച്ചു വെച്ചു. അത് ഇതേൽ അടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അകത്ത് പോയി. അതെന്തൊക്കെയാണെന്നൊന്നും ഒരു ബോധവും ഇല്ല. ഈ പോയ സാധനം എന്തൊക്കെയോ പോയി എന്നുള്ള മട്ടിലാണ് ഇത് പോകുന്നത്. കുടിക്കുന്നതൊക്കെ എങ്ങനെയാണ്? അവർ കൊണ്ടുവന്ന് കാപ്പിയോ ചായയോ എന്ന് ചോദിച്ചു, പാത്രം കൊടുത്തു. ചായ എന്ന് പറഞ്ഞ് കട്ടൻ ചായ ഒഴിച്ചു. പാക്കറ്റിനകത്തിരിക്കുന്ന പൊടിയോ കൂടെ വലിച്ചതിനകത്തിട്ടു. സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി ഒരു പിടിപ്പിച്ചു. ഇത് ചായയിലിട്ട് തിളപ്പിക്കുകയൊന്നുമല്ല. പാൽപ്പൊടി, ചായയും പഞ്ചസാരക്കട്ടയും ഒക്കെ കൂടി നേരെ വിട്ടു. അപ്പോൾ ഈ ആഹാരം കഴിക്കുന്നതിലൊന്നും ശ്രദ്ധയൊന്നുമില്ല. ഭോഗലാലസതയ്ക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഓട്ടത്തിലാണെന്ന് കണ്ടാൽ മനസ്സിലായി. കാരണം അടി, കുത്ത്, ബഹളോ, അതിനിടയ്ക്ക് ഇതിലൂടെ ഇൻഫർമേഷൻ അങ്ങോട്ട് കൊടുക്കുക ഒക്കെയാണ്. അപ്പോൾ ഇദ്ദേഹം അവിടെ ശാന്തനായിരിക്കുന്നത് കണ്ട് അവർ ചോദിച്ചു, എവിടെ പോകുന്നു? കാപ്പിയൊന്നും കുടിച്ച് കണ്ടില്ല. അപ്പോൾ പറഞ്ഞു, കാപ്പിയൊന്നും കുടിക്കാറില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് സ്വീകരിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ കഥയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ബോംബെ വരെ പോവാണിത്, പരിപാടിയുണ്ട് അവിടെ, ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോവുകയാണ്. യാദൃശ്ചികമായി ഇതേ വന്ന് കരണ്ടി വന്നതാണ്. സ്വാമി എന്ത് ചെയ്യുന്നു? ഇന്ന പോലൊക്കെ ചെയ്യുന്നു, ഇന്നൊക്കെയാണ് പദ്ധതി. അപ്പം അദ്ദേഹം തൻ്റെ ചെറിയ പദ്ധതി, വളരെ ലഘുവായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സ്വാമി നേരമില്ല, ആകെ ബുദ്ധിമുട്ടാണെന്നുണ്ട്. 1,50,00,000 രൂപയാണ് ഒരു മാസത്തെ ശമ്പളം തങ്കോച്ചിൻ്റെ. ഒരു ദിവസം നേരം വെളുത്താൽ ന്യൂയോർക്കിൽ, ഇംഗ്ലണ്ടിലേതോ ഒരു സ്ഥലത്ത്, ബോംബെയിൽ ഒക്കെ ഓടണം. ഫ്ലൈറ്റിലാണ് ഈ പരിപാടി മുഴുവൻ. അതിലിരുന്നുകൊണ്ടാണ് ഈ നിയന്ത്രണമല്ല. 4-5 കമ്പനികളുടെ എന്തോ ചീഫ് എക്സിക്യൂട്ടീവോ മറ്റോ ആണെന്ന് അദ്ദേഹം പറഞ്ഞു. അതെനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടില്ല, മനസ്സിലായില്ല. ഔദ്യോഗിക നില അദ്ദേഹം കേട്ടിട്ടു എന്ന് പറഞ്ഞപ്പോൾ കേട്ടത് പിന്നെ ഞാൻ നിങ്ങളോട് പറയുകയായതുകൊണ്ട് അതിലൊക്കെ തെറ്റുപറ്റാം. എന്തായാലും അദ്ദേഹം പറഞ്ഞ 1,50,00,000 രൂപയ്ക്ക് അടുത്ത് ശമ്പളം ഉണ്ടെന്നാണ്. ഒരു മാസം സ്വസ്ഥത തീരെയില്ലെന്നാണ് പറഞ്ഞത്. അച്ഛന് കുറേ അയച്ചു കൊടുക്കും, അമ്മയ്ക്ക് കുറേ അയച്ചു കൊടുക്കും. വിവാഹം കഴിച്ചിട്ടില്ല. പിന്നെ കേരളത്തിലും പുറത്തുമൊക്കെ ആയിട്ട്, ബാംഗ്ലൂരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാനേജ്മെൻറ്റ് ഗുരുക്കന്മാരും ആധ്യാത്മിക ആചാര്യന്മാരുമായവർക്കൊക്കെ കൂടി കുറേ പങ്കുവെച്ചു കൊടുക്കും മന്ത്ലി. ഇതൊക്കെ ശാന്തിക്ക് വേണ്ടി അയച്ചു കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. ചിലർക്ക് 50,000 അയച്ചു കൊടുക്കും, ചിലർക്ക് 1,00,000 അയച്ചു കൊടുക്കും, ചിലർക്ക് 5,00,000 അയച്ചു കൊടുക്കും. അങ്ങനെ അയച്ചു കൊടുക്കും. അപ്പം അദ്ദേഹം ചോദിച്ചു എന്നാണ് പറഞ്ഞു, ഇതൊക്കെ അയച്ചു കൊടുത്തിട്ട് ശാന്തിയുണ്ടോ? ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ അലയേണ്ടി വരികയാണ്. കിട്ടുമെന്നുള്ളൊരു ആശയാണ് ശാന്തി. അപ്പം അദ്ദേഹം ഇത് പറഞ്ഞു കൊടുത്തു എന്നാണ്. ഇപ്പം ചെയ്യുന്നതൊക്കെ ചെയ്യുക, അയച്ചു കൊടുക്കുന്നതൊക്കെ അയച്ചു കൊടുക്കുക, പോകുന്നതൊക്കെ പോവുക. പക്ഷെ ഇതൊക്കെ എൻ്റെ ബോധത്തിലാണ് ഉണ്ടാകുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇതൊക്കെ എൻ്റെ ബോധമാണ് എന്ന് ചിന്തിക്കുക. എന്നിട്ട് അവിടെ ചെന്നിട്ട് നേരെ ഒന്ന് വിളിക്കുക, നേരം കിട്ടുകയാണെങ്കിൽ. അപ്പം അദ്ദേഹം പറഞ്ഞത് അവിടെ ചെന്ന ഉടനെ വിളിച്ചു. ഇപ്പോൾ കുറച്ചൊരു സമാനം വന്നിട്ടുണ്ടെന്നാണ്. ഇതൊക്കെ എൻ്റെ ബോധത്തിലാണെന്ന് അറിഞ്ഞതോടുകൂടി ഇതാരും ഒന്നും ഉണ്ടാക്കുന്നതല്ല. കാരണം അദ്ദേഹം അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കാരണം അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തോട് പറഞ്ഞ കൂട്ടത്തിൽ ഈ ആദ്യമൊക്കെ കൊടുക്കുമ്പോൾ ബഹുമാനം ഉണ്ടായിരുന്നു, നമ്മോടൊരു ബഹുമാനം, അതിൻ്റെ ഒരു ഈഗോ ഉണ്ടായിരുന്നു കൊടുക്കുമ്പോൾ. പിന്നെ പിന്നെ കൊടുക്കുമ്പോൾ ഇത് അവരുടെ ഒരു അവകാശമായിട്ട് മാറി. മനസ്സിലായില്ല? അച്ഛന് 50,000 രൂപ അച്ഛൻ അയച്ചു കൊടുത്തു. പിന്നെ പിന്നെ അച്ഛൻ എന്താ ഈ 50,000 മാത്രമായിട്ട് അയച്ചത് എന്ന മട്ടിൽ ഒരുമാതിരി ഭീഷണി സ്വരത്തിലാണ് വിളിക്കുന്നത്. അമ്മയ്ക്ക് അയച്ചു കൊടുത്തു, അമ്മയെ അങ്ങനെയാണ്. എന്നാൽ അച്ഛനും അമ്മയൊക്കെ ജനിപ്പിച്ചതാണ്, അവരൊക്കെ അങ്ങനെ പറയുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഇപ്പോൾ ആചാര്യന്മാർക്ക് അയച്ചു കൊടുക്കുന്നിടത്ത് അവരും ഇടയ്ക്കിടയ്ക്ക് ഭീഷണിയാണ്.
എന്താ സാധനം ഈ വന്നില്ലല്ലോ. നമ്മളെ ഏതാണ്ട് ഏൽപ്പിച്ചു വെച്ച പോലെ. അയച്ചില്ലെങ്കിൽ നമുക്കും ഇപ്പോൾ ഒരു അസ്വസ്ഥതയാണ്. കാരണം വെച്ചാൽ ഇവരുടെ ഭീഷണി കേൾക്കുമ്പോൾ നമ്മളേതോ കൊടുക്കാനുണ്ടോ എന്നുള്ള തോന്നൽ തോന്നുന്ന പോലെ ആയിത്തീർന്നിട്ടുണ്ട്. മാത്രമല്ല, അവരിൽ ചിലർ പറയുമ്പോൾ ഫ്ലൈറ്റിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത് എന്നൊക്കെ ചെറുതായിട്ട് വരട്ടാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ ഇതൊരു സുഖമായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ പിന്നെ ഇതൊരു വലിയ ബാധ്യതയായി. ഇപ്പം ഇത് നിർത്തി ഞാൻ പോയാൽ ഇവരൊക്കെ കൂടി എന്നെ കൊല്ലുമോ എന്നാണ് എൻ്റെ പേടി എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇവരും ഇവരുടെ ഈ ആഗ്രഹങ്ങളും നീയും നിന്റെ ആഗ്രഹങ്ങളും എല്ലാം നിന്നിൽ സംഭൂതമായിരിക്കുന്നു, നിന്റെ ബോധത്തിൽ അങ്കുരിച്ചിരിക്കുന്നു. നിന്റെ ബോധത്തിന് വെളിയിൽ ലോകമില്ല. ഇതറിഞ്ഞിട്ട് നീ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ, നീ അവിടെ ചെല്ലുകയോ ചെല്ലാതിരിക്കുകയോ, നീ വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ, നീ വിവാഹം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞതെന്നാണ് പറഞ്ഞത്. എനിക്ക് ചെറുതായിട്ട് ബോധ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.